നമ്മൾ പോവേണ്ട ഖബർ ഇരുട്ടുള്ള ഖബറാവരുത്, പുഴുക്കളുടെ വീടാകുന്ന ഖബറാവരുത്, പേടിപ്പെടുത്തുന്ന ഖബറാവരുത്. ആ ഖബർ പ്രകാശിക്കുന്ന ഖബറാവണം, വെളിച്ചമുള്ള ഖബറാവണം. 4 വഴികൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തത് തബാറക സൂറത്ത് എല്ലാ രാത്രിയും പാരായണം ചെയ്താൽ അയാൾക്ക് ഖബർ ശിക്ഷയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വഴി, നമുക്കറിയുന്ന നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. നന്മ കൊണ്ട് കൽപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. മൂന്നാമത്തത്, വുളു എടുക്കുമ്പോൾ എല്ലാ സുന്നത്തുകളും പാലിച്ച്, പരമാവധി സുന്നത്ത് പാലിച്ച് വുളു എടുക്കുക, കാമിലായ വുളു എടുക്കുക. എല്ലാ സുന്നത്തും പാലിച്ച് വുളു എടുത്താൽ അയാൾക്ക് ഖബർ ശിക്ഷ ഉണ്ടാവില്ല. അത്ര ഹദീസ് വിശദീകരിച്ച് മഹാന്മാരെ എഴുതി വെക്കുന്നത്. ഖബർ ശിക്ഷ രക്ഷപ്പെടാനുള്ള 4ാമത്തെ വഴിയാണ് തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ തസ്ബീഹ് ഉണ്ടാവണം. മദ്രസയിലെ